നമസ്തേ, സ്വാഗതം ഫാബുലൻസ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക്. ഇന്ന് മെറ്റീരിയൽസ് ഒന്നും അല്ല കേട്ടോ, നമ്മൾ കളർ ഗാർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് ഒത്തിരി പേര് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിരുന്നൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനാ ഒരു സാഹചര്യമൊക്കെ ഒത്തു വന്നത് ഇന്നാണ്. ഓരോ ദിവസം വിചാരിക്കും അപ്പോൾ ഷോപ്പിൽ നമ്മൾ മറ്റു വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ലേറ്റ് ആവും, അങ്ങനെ പോകും. അപ്പോൾ ഇത് നമുക്ക് ഈ ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊരു വീഡിയോ അല്ലേ. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഞാൻ പിന്നെ ആയിരിക്കും ചെയ്യുക. കാരണം ഇപ്പോൾ ഇതുണ്ട്, ഇപ്പോൾ ഈ ബാന്തിനി ഇത് ഞാൻ പ്ലെയിൻ വാട്ടറിൽ ഇട്ട് വെച്ചതാണ്. അതിന് എത്രത്തോളം കളർ ഇളകുമെന്ന് അറിയാൻ വേണ്ടി. ഇതിപ്പോൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ കേട്ടോ. കാരണം ഇതിൽ കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നീട് കളർ ഇളകുമോ എന്ന് അറിയണമെങ്കിൽ ആദ്യം എത്രത്തോളം ഇളകുന്നുണ്ടെന്നൊരു ഐഡിയ വേണ്ടി. ഇതിൽ അത്യാവശ്യം ഇതൊന്ന് കാണിക്കുമോ, അത്യാവശ്യം കളർ ഇളകുന്നുണ്ടേ. ഈ ബൗളൊക്കെ വെച്ചിട്ട് കുക്കറി ഷോയ്ക്ക് നിൽക്കുന്ന പോലെ തോന്നുന്നു. ഇതുണ്ട്, ഇത്രയും കളർ ഇളകുന്നുണ്ട് ഇതിൽ. ഇതിപ്പോൾ പ്ലെയിൻ വാട്ടറിൽ ഞാൻ ഇട്ടതാണേ. ഇതങ്ങനെ ഇട്ടു. അപ്പം അതങ്ങനെ. ഇനി ഇതിൽ നമുക്ക് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു 1 ലിറ്റർ വാട്ടർ, ഒരു അപ്രോക്സിമേറ്റ്ലി 1 ലിറ്റർ വാട്ടർ. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഷോപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് മിസ്റ്റർ ഷൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ്. ഒരുപാട് കമ്പനികളുടെ കളർ ഗാർഡ് നിങ്ങളുടെ നിയറസ്റ്റ് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ടാവും. കളർ ഗാർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടാവും. ഇത് ആമസോണിലും ഉണ്ട്. നമ്മളെ കുറച്ച് കസ്റ്റമേഴ്സൊക്കെ അവിടുന്ന് ഷോപ്പിൽ ഏതാ ചോദിച്ചിട്ടാണ് അത് വാങ്ങിയിരുന്നത്. എപ്പോഴും നമ്മൾ കളർ ഇളകുന്ന മെറ്റീരിയലിൽ നിന്ന് മാത്രമല്ല, ആ ഒരു ഫാബ്രിക്കിൻ്റെ ഒരു ഫിനിഷിങ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടൊക്കെ കോട്ടണിൽ എപ്പോഴും നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്യാണ് സേഫ്. ഇപ്പോൾ ഇതിൽ 1 ലിറ്റർ വാട്ടർ, അതിൽ തുറന്നു വെക്കണമായിരുന്നല്ലോ ആദ്യം. കിട്ടി. ഒരു 3 അടപ്പ് ഉണ്ടോ, 1 2 3. അപ്പോൾ നിങ്ങൾക്ക് ആമസോണിലോ ഒക്കെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഗാർഡ് പല പല കമ്പനികളുടെ കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഇതാണ്, മിസ്റ്റർ ഷൈൻ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. ഒരുപാട് എണ്ണം ഉണ്ട് മാർക്കറ്റിൽ. പേരെനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല. നമ്മുടെ നിയറസ്റ്റ് ഇത് അവൈലബിൾ ആയതുകൊണ്ട് നമ്മളതിന്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ആ 3 അടപ്പ് ഇതിൽ ഈ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി. അപ്പോൾ ആദ്യം തന്നെ വേറെ വെള്ളത്തിലിട്ട് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ജസ്റ്റ് കളർ എത്രത്തോളം ഇളകുന്ന തുണിയാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടുവെന്നേ ഉള്ളൂ. നമുക്ക് ബാന്തിനിയുടെ ഒരു പീസ് കിട്ടിയതാണേ. അപ്പോൾ ആ ഒരു പീസ് ഇതിന് വേണ്ടി വീട്ടിൽ നിന്ന് 2 ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ബൗളൊക്കെ കൊണ്ടു വെച്ചിട്ട് കുറച്ച് ദിവസമായി. ഇനി ഈ ഫസ്റ്റ് പാർട്ട് അപ്പോൾ വീഡിയോയുടെ ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് 30 to 40 മിനിറ്റ്സ് വെക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഇന്ന് സോക്ക് ചെയ്ത് വെക്കും. എന്നിട്ട് സോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എടുത്ത് വേറെ പ്ലെയിൻ വാട്ടറിൽ കഴുകരുത്, ജസ്റ്റ് അങ്ങനെ തന്നെ എടുത്തിട്ട് ഡ്രൈ ചെയ്യാനിടുക. അപ്പോൾ ഞാൻ ഇന്ന് ½ ആൻ അവർ കഴിയുമ്പോൾ ഇവരെ കൊണ്ട് വിരിച്ചിട്ടിട്ട് പോകും. ബാക്കി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഇനി നാളെയോ ഞാൻ അത് ഉണങ്ങി എടുത്തിട്ട് പിന്നീട് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് ബാക്കി ഭാഗമായിട്ട് വരാം. ഓക്കെ. അപ്പോൾ ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു കേട്ടോ. ഒരു 35 മിനിറ്റ്സ് ആയി. ഞാൻ അതിലിട്ട് വെച്ചതാണേ. അപ്പോൾ ഒന്നിന് മുമ്പായിട്ട് തന്നെ അത് ജസ്റ്റ് കാണിച്ചേക്കാന്ന് ഓർത്ത്. ഇത് ഇപ്പോൾ നമ്മൾ ആ കളർ ഗാർഡിൽ മുക്കി വെച്ചതാണേ. ഇതിലിനി ഞാൻ വേറെ വെള്ളത്തിലൊന്നും കഴുകുന്നില്ല. നമുക്ക് ചെറിയ പാത്രം ആയതുകൊണ്ട് ഇങ്ങനെ ശരിക്കും പിഴിയുന്നത് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങനെ എടുത്തിട്ട് ഇതുണ്ടോ, ഇതിനെ ഇങ്ങനെ, അല്ല ഇതിനെ എല്ലാവരും പിഴിയുന്നതിന് തിരിച്ചാണ് ഞാൻ പിഴിയാന്ന് പറയും. എനിക്ക് ഇത്ര അങ്ങനെ ഈ സൈഡിലോട്ടാ. ഇതുണ്ടോ, ഇപ്പം ഇതിലൊരു ചെറിയൊരു പത പോലെ വരുന്നുണ്ട്. അത് ചിലപ്പോൾ ഫാബ്രിക്കിൻ്റെ ആയിരിക്കും, ഇതിൻ്റെ ആണോ എന്തോ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ വന്നു അതിനിങ്ങനെ എടുത്തു. ഇതിന് വേറെ വെള്ളത്തിൽ കഴുകിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഡയറക്റ്റ് ഫ്രം ആ ലിക്വിഡിൽ നിന്ന് നമ്മൾ കളർ ഗാർഡ് ഡൈല്യൂട്ട് ചെയ്തില്ല, ആ വെള്ളത്തിൽ നിന്ന് എടുത്ത് ഇങ്ങനെ എടുത്തു. ഇനി ഇതിനെ വിരിച്ചിടും. ഇനി ഇതിനെ ഉണങ്ങിയ ശേഷം ഇതിൻ്റെ വീഡിയോയുടെ ഭാഗങ്ങൾ നാളെ മറ്റന്നാളെ എപ്പോഴായിട്ട് എടുത്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ചാക്കിയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാം. ബൈ. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ മെറ്റീരിയൽ കളർ ഗാർഡിൽ നമ്മൾ 40 മിനിറ്റ്സ് സോക്ക് ചെയ്ത്, ഞാൻ 35 മിനിറ്റ്സ് സോക്ക് ചെയ്തിട്ട് ഇവിടെ വിരിച്ചിട്ടിട്ട് പോയി. ആ ഫാബ്രിക് ഇതേ ഉണങ്ങി വന്നതാണത്. അതുണ്ടോ, അതുകൊണ്ട് ഞാനത് വെള്ളത്തിലിടുന്നതിന് മുമ്പ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത ആ ഫാബ്രിക്കാണിത്. ബാന്തിനിയുടെ ഒരു പീസ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആക്ച്വലി ആ കളർ ഫിക്സ് ആവും, നമുക്കൊന്ന് നോക്കാതെ. അപ്പോൾ ഞാൻ മോർണിംഗ് വന്നപ്പോൾ തന്നെ എന്ത് ചെയ്തു, ഇതിപ്പോൾ ഈവനിങ് എടുത്തതാണേ ഈ വീഡിയോ. ഇപ്പോൾ മോർണിംഗ് വന്നപ്പോൾ ഇത് ഉണങ്ങി കിടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിലൊരു പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ അതേ വീണ്ടും ഇട്ട് വെച്ചു. ഇതുണ്ട്, നമ്മൾ കളർ ഗാർഡ് യൂസ് ചെയ്ത ഫാബ്രിക്കാണിത്. ഒട്ടും കളർ ലേക്കിംഗ് ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഡൗട്ടുള്ള മെറ്റീരിയൽസ്, പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ മെറ്റീരിയൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കോട്ടൺ മെറ്റീരിയൽസിന്, നാച്ചുറൽ കോട്ടന് ഒരു ചെറിയ കളർ ലീക്കിംഗ് ടെൻഡൻസി ഉണ്ടാവും. അപ്പം നമ്മൾ യോക്ക് അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്ത് ലൈറ്റ് ഷെയ്ഡ്സുമായിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്യുമ്പോൾ അതൊന്ന് കളർ ഗാർഡ് യൂസ് ചെയ്താൽ സേഫ് ആയിരിക്കും. പിന്നെ ഒന്ന് ഫാബ്രിക്കിന്റെ കളറൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വരാനൊക്കെ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്.
അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം ഒന്ന് കളർ ഗാർഡ് യൂസ് ചെയ്യുക. ഇത് കണ്ടോ, ഇങ്ങനെ ഒട്ടും ഇല്ല. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കാലം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇടയ്ക്കൊന്നും അവർ അതിൻ്റെ ഇതിൽ പറയുന്നുണ്ട് പേപ്പറിൽ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് വെച്ചപ്പോൾ ഫാബ്രിക്കിൻ്റെ ഒരു ബ്രൈറ്റ്നെസ് ഒക്കെ കൂടുമെന്ന് പറയുന്നുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ബ്ലൂ ഷെയ്ഡ്സിന് പൊതുവേ കളർ ലീക്കിംഗ് ടെൻഡൻസി കൂടുതലാണ്. ഏത് ബ്ലൂ ആണെങ്കിലും, ഇപ്പോൾ പീകോക്ക് ബ്ലൂവിനൊക്കെ പ്രത്യേകിച്ച് കൂടുതലുണ്ട്, പീകോക്ക് ബ്ലൂ, റോയൽ ബ്ലൂവിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബ്ലൂ ഫാബ്രിക്കാനെ സെലക്ട് ചെയ്തത്. ഇന്നലെ ഞാനത് ഇതിൽ സോക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണല്ലോ അതിൻ്റെ കളർ മാറിയത്. ഇത് നമുക്ക് ഇങ്ങനെ കളർ ഗാർഡിൽ സോക്ക് ചെയ്ത് ഡ്രൈ ചെയ്ത ഫാബ്രിക്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ചിലത് ചെയ്യാറുണ്ട് കളർ ഗാർഡിൽ സോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് പിന്നീട് ഡിറ്റർജന്റ് വെച്ച് കഴുകിയിട്ട് ഉണക്കും. അങ്ങനെ ചെയ്യരുത്. കളർ ഗാർഡിൽ സോക്ക് ചെയ്ത് വെക്കുക. 35 മിനിറ്റ്സ് 40 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ ഈ ഉപയോഗിക്കുന്ന ബ്രാൻഡിൽ, ഇപ്പൊ ഇത് മിസ്റ്റർ ഷാൻ ബ്രാൻഡാണ്, ഇതിന് ഇവർ പറയുന്നത് 30 to 40 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അവൈലബിൾ ആയത് ഏതാണോ അതിന്റെ സമയം എന്താന്ന് നോക്കണം, ഇൻസ്ട്രക്ഷൻസ് ഒന്ന് വായിച്ചു നോക്കണം. എപ്പോഴും ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ട് എടുത്തിട്ട് അങ്ങനെ തന്നെ ഡ്രൈ ചെയ്യുക. ഇപ്പൊ ഞാനിത് ജസ്റ്റ്, ഇനിയിപ്പോൾ ഇത് വെള്ളത്തിൽ മുക്കേണ്ട ആവശ്യമില്ല അല്ലേ, പ്രൂവ് ചെയ്താലും ജസ്റ്റ് ഇത് ഞാൻ ഇനി അതിൽ നിന്നുള്ള പീസാണോ എന്നുള്ള സംശയം വേണ്ട. എങ്ങനെയാലും കണ്ടില്ലേ, ഇതിലൊട്ടും കളർ ഇളകുന്നില്ല. ഇത് വീണ്ടും നമുക്ക് ബാന്തിനിയിലെ ഈ റോയൽ ബ്ലൂവിന് ഇളകിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരുവിധം മെറ്റീരിയലിനൊക്കെ ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ബ്ലോക്ക് പ്രിന്റിൽ സത്യം പറഞ്ഞാൽ ഞാൻ കോമൺ ആയിട്ട് ഞാൻ കളർ ഗാർഡ് യൂസ് ചെയ്യാറില്ല ഒരു മെറ്റീരിയലിനും. കാരണം ഞാനത് ലിക്വിഡ് ഡിറ്റർജന്റ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വാഷ് ചെയ്തെടുത്ത് എനിക്ക് വാഷ് ചെയ്ത് തരുന്ന ചേച്ചി അധികം അതിനോട് മല്ലി കെട്ടാതെ സിമ്പിളായിട്ട് കഴുകി തരും. പക്ഷെ ഇങ്ങനെ യോക്ക് വെക്കാൻ ഡൗട്ട് തോന്നുന്ന സാധനങ്ങൾ, കളർ ലീക്കിംഗ് വരുന്നു തോന്നുന്ന കാര്യങ്ങൾ എപ്പോഴും അങ്ങനെ ചെയ്യാൻ നല്ലത്. പ്രത്യേകിച്ചും ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക്. ഇപ്പൊ എന്റെ ഈ ഇതൊക്കെ സ്ഥിരം നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അറിയുന്നില്ല, കുറെ മുമ്പത്തെ ടോപ്പ്. അതൊക്കെ വലിയ കുഴപ്പമില്ല, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. ലിക്വിഡ് ഡിറ്റർജന്റ് വെച്ച് ജസ്റ്റ് സിമ്പിളായിട്ട് ജോലി കഴിഞ്ഞ് വരുന്നവർക്ക് മടിയായിരിക്കും, അങ്ങനെ തന്നെ വാഷിംഗ് മെഷീനിൽ ഇടാനൊക്കെ ആയിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവർ എന്ത് കാര്യം ചെയ്യുക, ഫസ്റ്റ് വാഷ് എപ്പോഴും കളർ ഗാർഡ് ഉപയോഗിച്ച് വാഷ് ചെയ്തേക്കുക. പിന്നെ നമുക്ക് കുറച്ചുകൂടെ റഫായിട്ട് വാഷ് ചെയ്താലും വലിയ കുഴപ്പം വരുന്നില്ല, ഏത് മെറ്റീരിയലാണെങ്കിലും. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾ ഒറ്റ വീഡിയോ ആയിട്ട് കാണുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഇല്ലേ, തുടക്കത്തിൽ തന്നെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു. അതുപോലെ 3 അടപ്പ് കളർ ഗാർഡ് 1 ലിറ്റർ വെള്ളത്തിൽ വെച്ച് ഒരു ഫാബ്രിക്കിനത്. ഇനിയിപ്പോൾ ഇത് നമ്മൾ മുക്കി വെച്ച വെള്ളം ഉണ്ടല്ലോ ഇന്നലെ ഫസ്റ്റ് കളർ ഗാർഡ്, അത് തന്നെ വേറെ ഒന്നും കൂടെ മുക്കണ്ട കേട്ടോ അതിൽ, കാരണം അപ്പോൾ ആ കളർ ചിലപ്പോൾ അതിലേക്ക് പോകും. ഒരു ഫാബ്രിക്കിന് ഒരു ടൈമിൽ ആ 3 അടപ്പ് വെള്ളം ഒഴിച്ച് ആ ഇത് ഉപയോഗിക്കുക, സൊല്യൂഷൻ ഉപയോഗിക്കുക. ഇത്രയല്ലേ ഡൗട്ട്സ് ഉള്ളൂ കളർ ഗാർഡിന്റെ യൂസ്, മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ്സിൽ ചോദിക്കൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വേറെ നമ്മുടെ ക്ലോത്തിന്റെ വീഡിയോ ചെയ്യുമ്പോൾ അത് പറയാം. വീണ്ടും നമ്മുടെ റെഗുലർ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി. എല്ലാവരും കാര്യമായിട്ട് പറയട്ടെ. കുറെ പേര് കമന്റ് ചോദിച്ചിട്ടുണ്ട് സൗണ്ടിന് പറ്റിയെന്ന്. സൗണ്ട് കറക്റ്റ് പോയിട്ട് വന്നിട്ട് ശരിയായിട്ടില്ല ഇതുവരെ. പനി വന്നു മാറിയ പിന്നെ കോൾഡ് പിടിച്ചിട്ടൊക്കെ എന്തൊക്കെ തോന്നുന്നു, ഒരു കറക്റ്റ് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഇതിലല്ല വരുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.